ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ് ആദ്യം തന്നെ കാണിക്കുന്ന സുഭാഷ് ചേട്ടനും സുധീഷുടെ കാര്യം പറഞ്ഞു വരുന്നതാണ്. നമ്മൾ മനുഷ്യന്മാരൊക്കെ അങ്ങനെ ചെയ്യത്തില്ലേ, അപ്പം ദൈവം ചെയ്യത്തില്ലെന്നാണ് സുഭാഷ് ചേട്ടന്റെ വിചാരം. നീ ഈ പറയുന്നതാണ് ദൈവദോഷം. നീ മിണ്ടാതെ ഇങ്ങോട്ട് നടക്ക്. ഞാൻ പറഞ്ഞ ലോജിക്കല്ലേ, വാടാ. ഇന്നലെ ഞാൻ ഒരു പണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് ഫലിച്ചു കഴിഞ്ഞാൽ നമുക്ക് തറവാട്ടമ്പലം എവിടെയാണെന്ന് അറിയാൻ പറ്റും. എന്താടാ അതൊക്കെ പറയാം, സമയം വരട്ടെ. ഇനി എപ്പോൾ പറയാനാടാ? അപ്പോഴത്തന്നെ വെല്ലിച്ചൻ വരുന്നു. എടാ സുഭാഷേ, സുധീഷ് പറയുന്ന സമയമായല്ലോ. തറവാട്ടമ്പലം എവിടെയാന്ന് ചോദിച്ചില്ലേ? ദൈവത്തിന്റെ കാര്യമായിട്ട് ഞാൻ മറച്ചു വെക്കുന്നില്ല. മാടായിപ്പാറയാണ്. മാടായിപ്പാറ ദേവീക്ഷേത്രം. വലിയ ഉപകാരം വെല്ലിച്ച. നീ സുനന്ദയുടെ കല്യാണം നടത്താൻ സഹായിച്ചില്ലയോ? അതിനുള്ള പ്രത്യുപകാരമാണെന്ന് കരുതിക്കോ. നീ ചോദിച്ചോണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. നീ മാത്രം പോയാൽ മതി. എല്ലാ അലവലാദികളെയും കൂട്ടിക്കൊണ്ട് പോകാൻ നിൽക്കണ്ട കേട്ടോ. തറവാട്ടമ്പലം എവിടാന്ന് പറഞ്ഞു തന്നോണ്ട് നീ തറവാടിന്റെ ഭാഗമാണെന്ന് വിചാരിക്കണ്ട. അതൊരിക്കലും സംഭവിക്കാനും പോകുന്നില്ല. മനസ്സിലായല്ലോ? ആ മനസ്സിലായി. ശരി, നമ്മളെ എന്തിനാ അയാൾ തറവാട്ടിൽ ചേർക്കുന്നത്? അയാളെ നമുക്ക് ചേർക്കാതിരുന്ന പോരെ? അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. ഏതായാലും സ്ഥലം അറിഞ്ഞില്ലയോ? എടാ നമ്മൾ അറിയുമെന്ന് പറഞ്ഞില്ലേ? ഈശ്വരൻ നമ്മളെ അതൊക്കെ അറിയിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലയോ? പറയത്തില്ല എന്ന് പറഞ്ഞ ആള് തന്നെ വന്ന് പറഞ്ഞില്ലേ? അതിനൊക്കെ ഒരു കാരണമുണ്ട് മോനെ സുഭാഷേ. എന്ത് കാരണം? സുധീഷ് മനസ്സിൽ ചിന്തിക്കുന്നു സ്വാമിയെ വിട്ട കാര്യത്തെക്കുറിച്ച്. അവിടെ ചെന്ന് തെറ്റിക്കാൻ നിൽക്കല്ലേ. ഞാൻ പറഞ്ഞു തന്ന പോലെ ചെന്ന് പറയണം. എൻ്റെ സാറേ, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഇറങ്ങിയ ഞാൻ, ഗതി പിടിക്കാതായ ഞാൻ ഈ വേഷം കെട്ടി ഇറങ്ങിയപ്പോഴാണ് കയ്യിൽ 10 തുട്ട് കൈ വന്നത്. അപ്പോഴും ഞാൻ ആ വേഷത്തിനോട് കൂറ് കാണിക്കാതിരിക്കുമോ? അപ്പം ഇതിൽ കൂടെ നല്ല വരുമാനമാണല്ലേ? അങ്ങനെയൊന്നും ഇല്ല. കഷ്ടിച്ച് ജീവിച്ചു പോകുന്നു. ചേട്ടൻ ചെന്ന് സംസാരിക്കേണ്ടേ ആ ചായക്കടയിൽ ഇരിക്കുന്ന ആളിനോടാണ്. എന്താ ചെന്ന് പറയണ്ടേന്നൊക്കെ മനസ്സിലായല്ലോ. ഒന്നുകൂടെ പറയുമോ? എടോ താൻ ഇത് കുളമാക്കുവോ? ഇല്ലെന്നേ, ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ്. സുധീഷ് ചെവി പറഞ്ഞു കൊടുക്കുന്നു. കാര്യം മനസ്സിലായല്ലോ? ആ മനസ്സിലായി. എന്നാ ദക്ഷിണ കൂടി ഇങ്ങ് തന്നേര്. അത് കാര്യം കഴിഞ്ഞ് തന്നാ പോരെയോ? ഇതൊരു ദൈവിക കാര്യമല്ലയോ? ആദ്യം തരുന്നതാണ് അതിൻ്റെ ഒരു മര്യാദ. അത് കാര്യം കഴിഞ്ഞിട്ട് തന്നാ പോരെ? അഡ്വാൻസ് തന്നാലേ കറയാൻ ഒരു ഗുമ്മുള്ളൂ. സുധീഷ് പൈസ കൊടുക്കുന്നു. ഇതോ, താൻ കാര്യം നടത്തിയിട്ട് വാ, എന്നിട്ട് ബാക്കി തരാം. എന്നാൽ ഞാൻ പോയിട്ട് വരാം. ഈശ്വര, ഇയാൾ ഇന്ന് കുളമാക്കുമോ? ഇയാൾ വെല്ലിച്ചൻ്റെ അടുത്ത് നിന്ന് വാവെക്കുന്നു. സുധീഷ് അവിടെ നിന്ന് പറയുന്നു ഇയാൾ ഇന്ന് കുളമാക്കും. തറവാട്ടമ്പലം എവിടെയാന്ന് ചോദിച്ച പൈതങ്ങളോട് പറയാൻ പറ്റുന്നില്ലെന്ന് പറയാൻ നീ ആര്? നിന്നെപ്പോലെ അവരും എൻ്റെ പൈതങ്ങളാന്ന് നീ മറന്നുപോയല്ലേ? എടാ കൂഷ്മാണ്ട വിഡ്ഢി, നിങ്ങൾ മനുഷ്യന്മാരിലുള്ള പ്രശ്നത്തിൽ ദൈവത്തിന് എന്തിനാടാ കാര്യം? നീ അവരുടെ സ്വന്തം കുടുംബം കോവിൽ നിന്ന് നീ അവരെ അകറ്റി നിർത്തുന്നത് ശരിയാണോടാ? ശരിയാണോടാ? സ്വാമി? ഏത് സ്വാമി? ഈ സ്വാമി തന്നെ. എന്നാ ഉത്തരം പറയടാ. ശരിയല്ല. ദൈവത്തിനെ മറച്ചു വെക്കാൻ ആർക്കാടാ അവകാശം? ആർക്കുമില്ല. നിന്നെയൊക്കെ നിന്റെ തട്ടുപ്പുറത്തപ്പം വെറുതെ വിടുമെന്നാണോ വിചാരം? എന്നെ കാണാൻ വരുന്നവരെ നീ തടുക്കാൻ നിൽക്കണ്ട, കേട്ടല്ലോ? വ്യക്തമായ സ്ഥലമൊക്കെ നീ തന്നെ ചെന്ന് പറയണം, കേട്ടല്ലോ? കുടുംബാമ്പലത്തിൽ വരുമ്പോഴേ കുണ്ടരരാശിയെ രക്ഷിക്കണേ, കുണ്ടരരാശിയെ രക്ഷിക്കണേ എന്ന് 3 തവണ പറയണം. ഞാൻ അവിടെ ഉണ്ടാകും. എന്നാ തൊഴുതോളൂ. നിങ്ങൾക്കും തൊഴാം. വേണ്ടായേ. സ്വാമി പോയി ഗംഗാധര, കണ്ണു തുറന്നോ. എന്നാലും സ്വാമി അതെങ്ങനെ അറിഞ്ഞു എന്നാ? ദൈവത്തിന്റെ കളികളല്ലേ, എങ്ങനെ അറിയാൻ പറ്റും? അത് ശരിയാ. അമ്മേ മഹാമായെ രക്ഷിക്കണേ. പുത്ര, ഇനി എല്ലാം ശരിയാവും. എടാ ഓടനാവട്ടെ ഓമനക്കുട്ട, എന്നോട് തന്നെ വേണം ഈ കളി. എന്തായാലും ഇയാളുടെ ആക്ട് കലക്കി. ബാക്കി ദക്ഷിണ കിട്ടിയാണെങ്കിൽ എനിക്കങ്ങ് പോവായിരുന്നു. 200 രൂപയോ 1000 രൂപയായിരുന്നു സ്വാമി ഉദ്ദേശിച്ചത്. 500 രൂപയുടെ പണിയല്ലേ ഉള്ളായിരുന്നു. ഇതെൻ്റെ ഒരു സന്തോഷത്തിന് കൈ വെച്ച് തന്നെയാണെന്ന് കരുതി പൊക്കോ. സുഭാഷേട്ടൻ സുധീഷിനെ അടിക്കുന്നു. എടാ നീ എന്താ ആലോചിക്കുന്നത്? വെല്ലിച്ചൻ ഇങ്ങനെ ചെയ്യാൻ ഒരു കാരണമുണ്ടെന്ന് നീ പറഞ്ഞില്ലേ? അത് സുഭാഷേട്ടന് മനസ്സിലായില്ലേ? നമ്മൾ അങ്ങോട്ട് ചെല്ലണമെന്ന് ഭഗവാന്റെ നിശ്ചയമായിരിക്കും സുഭാഷേട്ടൻ പറഞ്ഞ പോലെ. അത് നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. എന്നാ വാ നടക്ക്. പിന്നെ കാണിക്കുന്നത് വീടാണ്. അതേ സുഭാഷേട്ടൻ, ശരിക്കും ഈശ്വരാനുഗ്രഹം. അല്ലെങ്കിൽ അയാൾക്ക് അങ്ങനെ തോന്നേണ്ട കാര്യമില്ലല്ലോ. അതെ മോളെ, നമുക്ക് നാളെ തന്നെ തറവാട്ടമ്പലത്തിലേക്ക് പോയാലോ? മോൾ ഓക്കെയാണോ? ചാന്ദിനി ഉണ്ടായിട്ട് ഞാൻ ഓൾറെഡി ലീവ് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം. എടാ വർക്ക്ഷോപ്പിൽ പ്രശ്നമില്ലല്ലോ, അവിടെ ചന്തും ടിറ്റും ഉണ്ടല്ലോ. അപ്പോൾ അത് ഓക്കെയാണ്. സുധീഷേട്ടന് പിന്നെ പണിയില്ലാത്തതുകൊണ്ട് അത് കുഴപ്പമില്ലല്ലേ? എടാ ചെറുക്ക, എൻ്റെ മെക്കിട്ട് കയറാൻ വരണ്ട. എൻ്റെ ലൈസൻസ് ഞാനിങ്ങനെ തിരികെ മേടിച്ചു. നാളെ മുതൽ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. നാളെ വരണോ വേണ്ടായോ എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ എന്താടാ സുധീഷ് അവസാന നിമിഷം ഇങ്ങനെ പറയുന്നത്? എല്ലാവരും കൂടെ നിർബന്ധിച്ച് കഴിഞ്ഞാൽ ഞാൻ വരാം. ഓ എന്നാലും നമ്മളെ കണ്ടപ്പോൾ അമ്പലം എവിടാന്ന് പറയാൻ മനസ്സ് കൂട്ടാത്ത ആള് ഇപ്പം എങ്ങനെ പറഞ്ഞെന്നാ? അതൊക്കെ ഉണ്ട്. അതിന് വല്ല സുധീഷയുടെ വല്ല ഉടായിപ്പും കാണിച്ചോ? ഞാനല്ല, സാക്ഷാൽ ആണ്ടവൻ, എല്ലാ വേഷവും കെട്ടാൻ കഴിയുന്ന പരമേശ്വരൻ. അത് ശരിയാടാ. വെല്ലിച്ചന് നമുക്ക് പതിവില്ലാത്ത ഒരു അടുപ്പം തോന്നാൻ ഈശ്വരൻ തന്നെയാണ് കാരണം. കുറച്ച് നാളായി വെല്ലിച്ചന് സുഭാഷേട്ടനൊരു അടുപ്പം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. അത് വേറൊന്നുമല്ല, അന്ന് സുനിതയെ കല്യാണം കഴിക്കാതെ വിട്ടുകൊടുത്തില്ലേ, അതുകൊണ്ടായിരിക്കും. അതെന്തിനാടാ ഇപ്പം പറയുന്നത്? സംഭവിച്ച കാര്യം തന്നെയല്ലേ പറയുന്നത്. കഴിഞ്ഞു പോയ കാര്യം എന്തിനാടാ ഇപ്പം കുത്തിപ്പൊക്കുന്നേ? പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇയാളിപ്പോൾ ഒന്നും പറയത്തില്ലെന്നാ. മതി, ഇനി അതും പറഞ്ഞ് വഴക്കുണ്ടാവാൻ നിൽക്കണ്ട. അച്ഛൻ വരുന്നു. എന്താ കാര്യം?
സന്ധ്യയായി, അതിനു മുമ്പ് വഴക്ക് തുടങ്ങിയോ? വഴക്കിടുവൊന്നും അല്ലായിരുന്നു, കാര്യം പറയായിരുന്നു. ഓ കാര്യം പറ. അല്ല, നിങ്ങൾക്ക് പരസ്പരം വഴക്കിടാൻ ഒരു കാരണവും വേണ്ട ഇല്ലയോ? ഒരു കാരണവും വേണ്ടേട്ടത്തി. ഇവർ ചെറുപ്പത്തിലേ ഇങ്ങനെ തന്നെ ആയിരുന്നു. നമ്മൾക്ക് ബോറടിക്കുമ്പോഴേ റീല് കാണുകയോ TV കാണുകയല്ലേ ചെയ്യുന്നത്. ഇവർ പരസ്പരം അടികൂടിയാണ് ബോറടി മാറ്റുന്നത്. തറവാട്ടമ്പലത്തിൽ പോകുമ്പോഴേ അത് മാറാനുള്ള വഴിപാടുണ്ടെന്തേലും ഉണ്ടോയെന്ന് നോക്കാം. എടാ മാറി നിൽക്കടാ, അച്ഛൻ ചോറ് എടുത്തുകൊണ്ട് വന്ന് അവിടെ ഇരിക്കുന്നു. ഇന്ന് അല്പം ചോറ് കുറവാണല്ലോ, ഡയറ്റിലാണ്. അച്ഛാ, തറവാട്ടമ്പലം എവിടാന്ന് മനസ്സിലായി. മാടായിപ്പാറ ജംഗ്ഷനിൽ നിന്ന് ഒരു 200 കിലോമീറ്റർ പോയാൽ അമ്പലമാവും. അച്ഛന് ശരിക്കും പറഞ്ഞാൽ അറിയാമായിരുന്നോ? എടാ എന്ത് പൊട്ടത്തരടാ ചോദിക്കുന്നത്? അറിയത്തില്ലെങ്കിൽ ഞാൻ പറയൂ ഇതൊക്കെ? ഞങ്ങൾ ചോദിച്ചപ്പോൾ അറിയത്തില്ലെന്നല്ലേ പറഞ്ഞേ. അപ്പം പറയാൻ തോന്നിയില്ല, ഇപ്പം പറയാൻ തോന്നി. ഇയാളെ ഞാനിന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അറിയാമെന്ന് പറഞ്ഞുകൂടായിരുന്നോ? അപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടിയില്ല. ഇപ്പം അങ്ങനെ ഓർമ്മ വന്നോ? നീ പോടെ ചേർക്ക. ജാതകം ചോദിച്ചപ്പോഴേ അപ്പോഴും ഓർമ്മയില്ലായിരുന്നു. അത് ഞങ്ങൾ പുതിയത് എഴുതി വെച്ചപ്പോൾ അപ്പോഴും ഓർമ്മ വന്നു. അമ്പലം ചോദിച്ചപ്പോൾ അതും അറിഞ്ഞുകൂടായിരുന്നു. ഞങ്ങളത് തേടി കണ്ടുപിടിച്ചപ്പോൾ ഇപ്പം അതും ഓർമ്മ വന്നു. നമ്മുടെ തറവാട്ടിലെ ഭഗവതി എന്നെ ഉറക്കത്തിൽ വന്ന് വിളിച്ചു പറഞ്ഞു, നീ എൻ്റെ അമ്പലത്തിലേക്കുള്ള വഴി മറന്നോ കുട്ടാ എന്ന്. ഭഗവതി ഒന്ന് ഗൂഗിൾ മാപ്പും കാണിച്ചു തന്നു. അപ്പോൾ ഓർമ്മ വന്നു. സോ സിമ്പിൾ. സുഭാഷ് ചേട്ടാ, നാളെ പോകുമ്പോഴേ ഇങ്ങാരെ കൂടെ കൊണ്ടുപോകണ്ട കേട്ടോ. എടാ, കുടുംബത്തിലെ മുഴുവൻ ആളും പോകണമെന്നല്ലേ പറഞ്ഞത്? ഇയാൾ എപ്പോഴെങ്കിലും നമ്മുടെ കുടുംബത്തിലെ ആളായിട്ട് പെരുമാറിയിട്ടുണ്ടോ? നമ്മൾ മാത്രം പോയാൽ മതി. അത് പറയാൻ നീ ആരാടാ? ഞാൻ നാളെ വരും. എൻ്റെ തറവാട്ടമ്പലത്തിൽ തൊഴാൻ പോകണമെന്ന് വെച്ചാൽ ഞാൻ വരും. നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോയിട്ട് വേണ്ടേ? എടാ പൊട്ട, തിരുവനന്തപുരത്ത് നിന്ന് മാടായിപ്പാറ വരെ എത്ര KSRTC ഉണ്ടെന്ന് അറിയാമോ നിനക്ക്? അതുകൊണ്ട് ഭാസ്കരനെ ഭീഷണിപ്പെടുത്തലേ. ഇത്രയും കാലം എന്നിട്ട് പോയി തൊഴുതില്ലല്ലോ. ഇത്രയും കാലം ഭഗവതി എൻ്റെ സ്വപ്നത്തിൽ വന്നില്ലായിരുന്നല്ലോ. എങ്ങനെയെങ്കിലും പോ. മതി സുധീഷേ, അച്ഛനൂടെ വരട്ടെ. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. അല്ല, നാളെ നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? ഒരു വണ്ടി വിളിച്ചാൽ? അതൊന്നും വേണ്ട, ഞാൻ കാർ എടുക്കാം. അതിന് നിനക്ക് റോഡിലിറങ്ങി വളയം പിടിക്കാൻ അറിയാമോ? അതിന് എൻ്റെ ലൈസൻസ് പോലീസ് പിടിച്ചു വെച്ചേക്കുമല്ലേ. അതിങ്ങ് തിരിച്ചു കെട്ടി. നാളെ മുതൽ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റും കേട്ടോ. ഓടിച്ചോ, അതിന് എനിക്കെന്താ. വീണ്ടും ആരെങ്കിലും മേളിൽ ചെന്ന് കയറ്റ് കേട്ടോ. ആദ്യം കയറ്റാൻ പോകുന്നത് നിങ്ങളുടെ നെഞ്ചത്തായിരിക്കും. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. സമാധാനമായല്ലോടാ, ശുഭലക്ഷണമാണല്ലോ. തറവാട്ടമ്പലത്തിൽ പോകാൻ നിശ്ചയിച്ചപ്പോഴേ ലൈസൻസ് കിട്ടി. ഈ വിഷയത്തിൽ ദൈവത്തെ പിടിച്ചിട്ടുണ്ടാവും. 1 മാസമായിരുന്നു അതിൻ്റെ കാലാവധി. ഇനി ദൈവം ഇടപെട്ടില്ലായിരുന്നെങ്കിലും 1 മാസം കഴിയുമ്പോൾ ലൈസൻസ് കിട്ടിയേനെ. നിന്റെ പോക്കറ്റിലായിരുന്നു പോലീസുകാരി ഇരിക്കുന്നേ. ചാന്ദിനി ബഹൻ ആവോ. അല്ല, നാളെ നമ്മളെ അമ്പലത്തിലേക്ക് പോകുമ്പോഴേ ചാന്ദിനി ഇവിടെ തനിച്ചാവത്തില്ലയോ? അതിനെന്താ, ചാന്ദിനിയും കൊണ്ടുപോകണം. അഥവാ ഇവിടെ ചാന്ദിനി അന്വേഷിച്ച് വരുവാണെങ്കിലേ 2-3 ദിവസം വീടടഞ്ഞു കിടക്കുമ്പോഴേ അവർ പൊക്കോളും. അത് നല്ലതല്ലയോ? അത് നല്ല ഐഡിയ ആണല്ലോ. 1-2 ദിവസം തന്നെ ഞങ്ങൾ തറവാട്ടമ്പലത്തിൽ തൊഴാൻ പോവാ. ചാന്ദിനിയും കൂടെ പോകുന്നേരെ. ഓക്കെ ഹേ? ഓക്കെ. പിന്നെ കാണിക്കുന്നത് സുധീഷിനെ നികേഷിനെ. ഇവൻ എന്തായി കാണിക്കുന്നത്? ഓഹോ, ചാറ്റിങ്ങിനാണല്ലേ. ഒന്ന് കാണിച്ചാടാ. അത് കാണിക്കാൻ പറ്റത്തില്ല. അതെന്താടാ എന്നെ കാണിക്കാത്തത്? സുധീഷ് ഏട്ടനെ എനിക്ക് വിശ്വാസമില്ല. നീ എന്താടാ ഈ പറയുന്നത്? നിങ്ങളുടെ സ്വഭാവം എനിക്കറിയാമല്ലോ. എൻ്റെ മനസ്സിലെ നിധി മാത്രം ഉള്ളതെന്ന് നിനക്ക് അറിയാമല്ലോ. സാമിയ, അതെന്താടാ നിനക്ക് ഇത്ര സംശയം? ഇപ്പം ചിലപ്പോൾ അങ്ങനെയായിരിക്കും. പഴയ സ്വഭാവം എനിക്ക് അറിയാമല്ലോ. എടാ, പഴയ സ്വഭാവം എനിക്കിപ്പം ഇല്ലടാ കുട്ടാ. എന്നാലും നീ എന്നെ എനിക്കൊന്ന് കാണിച്ചു ആടാ. ഇല്ല, ഹരീഷാണെങ്കിൽ നീ കാണിച്ചു കൊടുക്കുമല്ലോ. ഹരീഷേട്ടനെ കാണിച്ചു കൊടുക്കും. ഹരീഷേട്ടനെ എനിക്ക് വിശ്വാസമാണ്. എവിടെ വെച്ചാണ് ആ കുട്ടിയെ കണ്ടത്? ബസ് സ്റ്റോപ്പിൽ വെച്ച്. എന്താ പേരറിഞ്ഞൂടാ. അയ്യേ, സ്വന്തം പേര് വരുന്നത് മോശമായിരിക്കും. സുധീഷേട്ടാ, നല്ല ഫീലിംഗ് ഞാനിങ്ങനെ പൊക്കോണ്ടിരിക്കുക. അതിനിടയിൽ നിങ്ങളെ പോലെയുള്ള ബൂമർ എൻ്റെ മൂഡ് കളഞ്ഞാലുണ്ടല്ലോ. ബൂമറോ? ഞാനോ? അതെ, ഞാൻ നിന്റെ ചേട്ടനോ. ഒരുമാതിരി ജെൻസി വർത്താനേ എൻ്റെ അടുത്ത് ഇറക്കല്ലേ. ഞാൻ കളത്തിലിറങ്ങിയല്ലേ 2 മിനിറ്റിനുള്ളിൽ ഏത് പെണ്ണുങ്ങളെ എനിക്ക് നമ്പർ തരും കേട്ടോ. ഇതിലാണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ എണ്ണത്തിൽ അഭിമാനിക്കുന്നു, ഞങ്ങൾ ക്വാളിറ്റിയിൽ അഭിമാനിക്കുന്നു. നീ വെറും എന്നെ ശലഭമാക്കണ്ട. എനിക്കിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലടാ. പക്ഷെ നിധി അങ്ങനെയല്ല. മറ്റു പെണ്ണുങ്ങളുടെ അടുത്ത് ഈസി ആയിട്ട് ചെലവഴിക്കുന്ന നമ്പരെ നിധിയുടെ അടുത്ത് ചെലവഴിക്കാൻ പറ്റത്തില്ല. അവളെ എങ്ങനെ ട്യൂണാക്കി എടുക്കുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. നിധി വരുന്നു. എന്താ പറഞ്ഞത്? ഒന്നുമില്ലല്ലോ. എന്തോ ട്യൂണാക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അത് ഇവൻ ഒരു പെൺകുട്ടിയെ ബസ് സ്റ്റോപ്പിൽ വെച്ച് ട്യൂണാക്കിയതിൻ്റെ കാര്യം പറഞ്ഞാ. ഹലോ, അതിലൊരു ചെറിയ തിരുത്തുട്ട്. ഞാനല്ല ആ പെൺകുട്ടിയെ നോക്കിയത്. ആ പെൺകുട്ടിയാണ് എന്നെ നോക്കിയത്. അവളോ? അത് ഏട്ടത്തിക്ക് അറിയാമല്ലോ. ശരിക്കും? ആദ്യം ആ കുട്ടിയായിരുന്നു. ഇപ്പം 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങി. ഇന്ന് ഞാൻ കൂടില്ലായിരുന്നു. എന്താടാ, ഇന്ന് അവൾ എന്നോട് സംസാരിക്കാൻ വന്നു? അതെയോ? എന്നിട്ട് അവൾ എന്നെ നോക്കി ചിരിച്ചു. ഞാനും ചിരിച്ചു. അവൾ സംസാരിക്കാൻ ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഞാനും ചെന്നപ്പോഴത്തേനും ഒരു നശിച്ച ബൈക്ക് വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോയി. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ നിരാശ മുഖം കണ്ട് ഞാൻ ചിരിച്ചു പോയതാണ്. എടാ, അവൾ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നവരെ നിൽക്കല്ല്. നീ അങ്ങോട്ട് എന്ന് സംസാരിക്കണം. അതിന് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഹലോ, നിങ്ങളുടെ സഹായം അവന് വേണ്ട. അവൻ്റെ കാര്യം അവൻ നോക്കിക്കോളും. അവൻ ഫ്രണ്ട്സായിട്ട് പൊക്കോളും. ആദ്യം ഫ്രണ്ട്സ് ആവട്ടെ, എന്നിട്ട് തീരുമാനിക്കാമല്ലോ. അനിയനെയും ഏട്ടത്തെയും കൂടെ തീരുമാനിച്ചേരെ. നമുക്ക് ഇതിനകത്ത് റോളില്ലല്ലോ. പിന്നെ കണിത ഹരീഷിനെ നീതുവിനെയാണ്. ഹരീഷ് വിളിക്കുന്ന നീതുവിനെ.
ഹലോ, നീ ഇതുവരെ വിളിച്ചില്ലെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നാളെ എല്ലാവരും കൂടെ തറവാട്ടമ്പലത്തിലേക്ക് പോവുക. അതെയോ? എപ്പോൾ ഒരു 3-4 ദിവസം പൂജയും പരിപാടിയാണ്. അവിടെ താമസിച്ച് വേണം ചെയ്യാൻ. അത് കഴിഞ്ഞേ വരത്തുള്ളൂ. അപ്പം ആ ഹിന്ദിക്കാരിയോ? അവരും വരുന്നുണ്ട്. എന്നാൽ ഞാനും വരട്ടെ. നീ എങ്ങനെ വരും? അവർ വരുന്നതോ? എടി, അവൾക്ക് വേറെ കല്യാണം ആലോചിക്കുന്നുണ്ട്. അത് അവൾക്ക് ഇഷ്ടമല്ല. കൂട്ടിക്കൊണ്ടുവരാൻ ആളും വരുന്നുണ്ട്. അതാണ് അവൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. പിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റുമോ? എൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റിയിട്ടല്ല ഞാൻ നിൽക്കുന്നത്. നീ ഝാൻസി റാണിയല്ലയോ? ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള മിടുക്കുള്ള മിടുക്കി. ചാന്ദിനിക്ക് ആ മിടുക്കൊന്നുമില്ല. എല്ലാവരും കൂടെ പോകുന്ന കേട്ടപ്പോൾ എനിക്കൊരു മോഹം. നമ്മുടെ കല്യാണം കഴിയട്ടെ, ഞാൻ കൊണ്ടുപോകാം. എപ്പം കല്യാണം കഴിക്കും? സുഭാഷ് ചേട്ടൻ്റെ കല്യാണം കഴിയട്ടെന്ന് ഞാൻ പറഞ്ഞല്ലയോ? അത് എപ്പം കഴിയുമെന്ന് പറ. നോക്കുന്നുണ്ട് നീതു, അത് പെട്ടെന്ന് നടക്കും. അടുത്ത വർഷത്തിനുള്ളിൽ ആ കല്യാണം നമ്മുടെ കല്യാണം നടക്കും. നടന്നാലും ഇല്ലേലും നീ എന്നെ തറവാട്ടമ്പലത്തിൽ കൊണ്ടുപോകും. അതാണോ ഇത്ര വലിയ കാര്യം? ഉറപ്പായിട്ടും കൊണ്ടുപോകും. വേറെ എവിടെ കൊണ്ടുപോകും? നീ പറ. നമുക്ക് രണ്ടുപേർക്കും കൊടൈക്കനാലിൽ പോയാലോ? കല്യാണം കഴിയട്ടെ. അതിനിപ്പോൾ കല്യാണം കഴിയൊന്നും വേണ്ട. കോളേജിൽ നിന്ന് ഞാൻ ടൂറിന് പോവാമെന്ന് പറഞ്ഞോളാം. നമുക്ക് രണ്ടുപേർക്കും ബൈക്കിൽ പോവാം. നല്ല രസമായിരിക്കും. എന്നിട്ട് വേണം നാട്ടുകാർ കഥയുണ്ടാക്കാൻ. അങ്ങനെയുള്ള എല്ലാ യാത്രകളും കല്യാണം കഴിഞ്ഞ് മതി. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ.